ദേവയാനി. രചന ബ്ലൂ ഐ. അവതരണം അഷിക. മലയാടിക്കുന്ന ഭൂമി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുരാതന കാലത്ത് നാഗഭൂമിയായിരുന്നു. അവിടുത്തെ കാവൽ നാഗമായിരുന്നു ആര്യൻ എന്ന നാഗം. അവൻ ഇന്നത്തെ മലയാടിക്കുന്നിലെ പ്രസിദ്ധമായ ആര്യൻകാവിനും ആ ദേശത്തിനും കാവൽ നിന്ന് സംരക്ഷിച്ചു പോന്നിരുന്നു. ആര്യൻകാവിലെ പുരാതനമായ ചിത്രകൂടക്കല്ലിന് താഴെ നാഗയക്ഷികളും നാഗദൈവങ്ങളും അനുഗ്രഹിച്ച് കരുതി വെച്ച വിലമതിക്കാനാകാത്ത നാഗമാണിക്യമുണ്ടെന്നുള്ളത് അവിടെ നിലനിന്നിരുന്നൊരു വിശ്വാസമായിരുന്നു. ആ നാഗമാണിക്യത്തിന് കാവൽ നിന്നിരുന്നത് ഉഗ്രരൂപിയും ഉഗ്രകോപിയുമായ ആര്യൻ എന്ന നാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രത്നത്തിൻ്റെയും അത് കാത്തുവയ്ക്കുന്ന ആര്യൻ എന്ന നാഗത്തിൻ്റെയും ദൈവിക സാമീപ്യമാണ് തങ്ങളുടെ രക്ഷയെന്ന് ആ നാട്ടുകാർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഒപ്പം ആ നാട്ടുകാരും അവനെ പ്രീതിപ്പെടുത്താനായി അവന് 100 പാലും കൊടുത്തു പോന്നു. അവരവരുടെ വിഷമങ്ങൾ ആ നാഗത്തെ വിശ്വസിച്ച് പറഞ്ഞിരുന്നു. എല്ലാം ആ കാവൽ നാഗം മാറ്റുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ സ്വസ്ഥമായി അവിടെ വിഹരിച്ചിരുന്ന ആര്യനും അവന്റെ കാവനും വിധിയുടെ ചതുരംഗം കളിയിൽ വലിയൊരു ആപത്ത് വരുന്നുണ്ടായിരുന്നു. അത് നിധിവേട്ടക്കാരനായ ഒരു നീചനായിരുന്നു. അയാൾ ആരും അറിയാതെ ഇരുളിന്റെ മറവിൽ ആ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ കാലുകുത്തി കാളിയാർ ഭൈരവൻ എന്ന ദുഷ്ടനായ നീചനായ ആ മന്ത്രവാദിയുടെ ലക്ഷ്യം ആര്യൻകാവിൽ ഒളിപ്പിച്ചു വെച്ച നാഗമാണിക്യം എടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അവിടെ കാവൽ നിന്നിരുന്ന ആര്യന്റെ ശക്തികൾ തന്നെക്കാൾ കൂടുതലാണെന്ന് അയാൾക്ക് മനസ്സിലായി. നേർവഴിയിൽ ആര്യനെ തോൽപ്പിക്കാനോ നാഗമാണിക്യം കൈക്കലാക്കാനോ തനിക്ക് സാധിക്കില്ലെന്ന് ഉറപ്പിച്ച ഭൈരവൻ അതിനുള്ള കുറുക്കുവഴികൾക്കായി പരതി ആര്യന്റെ ശക്തികൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്നും അയാൾ തലപുകഞ്ഞാലോചിച്ചു. അതിനായി അയാൾ അലഞ്ഞു. ഒടുവിൽ കുടിലമായൊരു പദ്ധതി അയാളുടെ തലയിൽ ഉദിച്ചു. കലശൂരിളിയിൽ പ്രത്യക്ഷപ്പെട്ട ദേവതയുടെ വാക്കുകൾ ദേവിദാസൻ സൂക്ഷ്മമായി കേൾക്കുന്നുണ്ടായിരുന്നു. താൻ ഒരിക്കൽ പോലും അറിയാത്ത നാടിന്റെ ചരിത്രം. ആര്യനെ തോൽപ്പിക്കാൻ, അവന്റെ ശക്തികൾ ക്ഷയിപ്പിക്കാൻ ഭൈരവന് കന്യകയായ ഒരു പെണ്ണിനെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിനായി അവൻ ആ ഗ്രാമത്തിലൂടെ ആരും കാണാതെ അലഞ്ഞു. തൻ്റെ ഗ്രാമത്തിലേക്കുള്ള വരവും അലച്ചിലും മറ്റാരും അറിയാതെ ഭൈരവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ ഭൈരവന്റെ അന്വേഷണങ്ങൾ ഒരു വെള്ളെത്തി നിന്നു. ആര്യൻകാവിന് സമീപം തന്നെയുള്ള ആര്യൻകാവിൽ നിത്യയായി കുളിച്ചു തൊഴുതു വരുന്നൊരു പെൺകുട്ടി. ആ നാട്ടിൽ വെച്ച് ഏറ്റവും സുന്ദരിയും ഉത്തമയുമായ ഊർമിളയെ രാവും പകലും അവൾ പോറുമറിയാതെ ഭൈരവൻ പിന്തുടർന്നു. അവളുടെ ദിനചര്യകളും രീതികളും എല്ലാം ഭൈരവൻ നിരീക്ഷിച്ചു. അവളെ ചതിയിൽപ്പെടുത്താൻ പറ്റിയ ദിവസത്തിന് ഭൈരവൻ കാത്തിരുന്നു. അവസാനം ആ ദിവസം വന്നെത്തി. ഭൈരവൻ കാത്തിരുന്ന ദിവസം, ചതിയുടെ ദിവസം. അന്നത്തെ ദിവസം ഭൈരവൻ കാത്തിരുന്ന ദിനമായിരുന്നു ഊർമിളയ്ക്ക് ആർത്തവമായ നാൾ. അവൾ ആർത്തവ ദിനത്തിലാണെന്ന് മനസ്സിലായതും ഭൈരവന്റെ കുടിലിതമായ മനസ്സിൽ പദ്ധതികൾ അതിവേഗം സജ്ജമാക്കി. ആർത്തവരാത്രിയിൽ വീടിനു പുറത്തെ തീണ്ടാപ്പുരയിൽ ഉറങ്ങാനെത്തുന്ന ഊർമിളയെ അവൻ രഹസ്യമായി അവിടെ കാത്തിരുന്നു. അവരുടെ എല്ലാം വിധിയെ മാറ്റിയെഴുതിയ ആ രാത്രി ആഗതമായി. മോളെ ഊർമിളെ, നീ കിടക്കാൻ പോകാറായില്ലേ? വടക്കേ കോലായിൽ ചുരുണ്ടിരിക്കുന്ന അവളോട് മുത്തശ്ശി നീരസമായി ചോദിച്ചു. ആ സമയത്ത് ഇങ്ങനെ തോന്നിയെടുത്തിരിക്കാതെ പോയാൽ പെരയിരിക്കുമെന്നെ. മുത്തശ്ശിയുടെ വഴക്ക് കേട്ട് ഊർമിള ആർത്തവ നാളുകളിൽ താമസിക്കുന്ന വീടിന് കുറച്ചു മാറിയുള്ള പഴയ തീടാപ്പുരയിലേക്ക് നടന്നു. അവൾ മന്ദം മന്ദം പോകുന്ന കണ്ട ഭൈരവൻ അവളെ ആസക്തിയോടെ നോക്കി. അയാളുടെ ചുണ്ടിൽ ഹതമമന്ത്രങ്ങൾ കളിയാടി. അതീവ സുന്ദരിയായിരുന്നു ഊർമിള. പിടയ്ക്കുന്ന വലിയ കണ്ണുകളും ലക്ഷണമൊത്ത മൂക്കും പാതി വിടർന്ന ചുണ്ടുകളും നീണ്ട കഴുത്തും ഒതുങ്ങിയ അണിവയറും നിറഞ്ഞ ഉടയാത്ത മാറിടവും ചന്തമേറിയ കാലുകളും കൈകളും ഗോതമ്പ് നിറവും പിന്നെ പിൻവശം മുഴുവനായി പരന്നു കിടക്കുന്ന കേശവും. അവളുടെ കത്തുന്ന സൗന്ദര്യത്തിന് ആരാധകരുമേറെയായിരുന്നു. തീണ്ടാപ്പുര ലക്ഷ്യമാക്കുന്നവളിൽ ഭൈരവന്റെ കഴുകൻ കണ്ണുകൾ പതിഞ്ഞു. പരിസരമാകെ രാത്രിയിൽ ഇരുൾ മൂടി നിശബ്ദത പരന്നപ്പോൾ ഭൈരവൻ ആ തീണ്ടാപ്പുരയുടെ അടുത്തെത്തി. പാതി തുറന്ന് ആ ഒറ്റമുറി ജനാലയിലൂടെ ഊർമിളയെ നോക്കി. അയാൾ അധമമന്ത്രങ്ങൾ ഒന്നാകെ അവളെ നോക്കി ഉരുവിട്ടതും ഊർമിള മെല്ലെ കണ്ണു തുറന്നു. അവളുടെ കറുത്തു വിടർന്ന സുന്ദരമിഴികൾ ആ സമയം
നിർജീവങ്ങളായിരുന്നു. അവൾ മെല്ലെ എണീറ്റ് കണ്ടപ്പോൾ ഭൈരവന്റെ കണ്ണുകൾ തിളങ്ങി. തന്റെ നീചപ്രയോഗം ഏറ്റുവെന്ന് അയാൾക്ക് മനസ്സിലായി. ആർത്തവ നാളുകളിൽ സ്ത്രീകൾ ദുർബലരും അബലകളുമാവുമെന്നും അവരിൽ ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്താൻ എളുപ്പമാണെന്നും ഭൈരവൻ അറിയാമായിരുന്നു. ഭൈരവന്റെ മന്ത്രഞ്ചൽ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് ഊർമിളയുടെ ദേഹം വിറകൊണ്ടു. അവളുടെ മനസ്സ് ഭൈരവന്റെ കൈപ്പിടിയിലായി. ഭൈരവന്റെ ആജ്ഞ അനുസരിച്ച് ഊർമിള എഴുന്നേറ്റു. അഴിഞ്ഞുലഞ്ഞ മുടിയും വസ്ത്രങ്ങളുമായി ഊർമിള ആര്യങ്കാവ് ലക്ഷ്യമാക്കി നടന്നു. ആർത്തവ സമയത്ത് കാവിൻ്റെ അതിർത്തി കടന്ന് സ്ത്രീകൾ പോകാൻ പാടില്ലായിരുന്നു. അശുദ്ധിയോടെ ആര്യങ്കാവ് തീണ്ടിയാൽ കാവിൻ്റെ ദൈവീകതയും പവിത്രതയും ശക്തിയും എല്ലാം നശിക്കുമായിരുന്നു. അക്കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ആർത്തവ സമയത്തോ അല്ലെങ്കിൽ വേഴ്ചയ്ക്ക് ശേഷമോ കുളിക്കാതെയോ ആരും ആ പരിസരത്തേക്ക് വരുന്നത് പതിവുണ്ടായിരുന്നില്ല. എന്തിനധികം പെറ്റ പെലയോ മരിച്ച പെലയോ ഉള്ള വീടുകളിൽ നിന്ന് പോലും കാവ് തീണ്ടുക പതിവില്ലായിരുന്നു. എന്നാൽ ഭൈരവന്റെ ആജ്ഞ അനുസരിച്ച് തൻ്റെ ആർത്തവം വിസ്മരിച്ച് ഊർമിള ആര്യങ്കാവ് ലക്ഷ്യമാക്കി നടന്നു. തൻ്റെ കാവിനും ദേശത്തും എന്തോ ആപത്ത് ഗ്രഹിക്കാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ആര്യന് ഉൾവിളി കിട്ടി. ആ സർപ്പം ഉഗ്രകോപത്തോടെ ആപത്തിനെ നേരിടാൻ തയ്യാറായി. തൻ്റെ കാവിനെ കളങ്കമാക്കാൻ വരുന്ന നീതശക്തികളെ കാത്തിരുന്ന ആര്യന് മുന്നിൽ പെട്ടെന്നാണ് ഊർമിള പ്രത്യക്ഷപ്പെട്ടത്. ഊർമിളയുടെ വല്ലാത്ത ഉന്മാദഭാവം ആര്യനെ ഉലച്ചു കളഞ്ഞു. സാധാരണ കാവിൽ വിളക്ക് വയ്ക്കാനും പ്രാർത്ഥിക്കാനും വരുന്ന അവളുടെ ഭയവും ഭക്തിയും കലർന്ന നിർമ്മല ഭാവമല്ല, പകരം ഒരുതരം ഭ്രാന്തമായ ഭാവം. അവൾ അടുത്തു വരുമ്പോൾ അവൾ രജസ്വലയാണെന്ന് ആര്യന് മനസ്സിലായി. അവൾ കാവിലേക്ക് പ്രവേശിക്കുന്നതോടെ താൻ ഇത്ര നാൾ കാവിൽ നിന്ന് ഒരു ദേശത്തിന് താങ്ങായ ആര്യങ്കാവ് ചൈതന്യമറ്റു പോകുന്നവൻ തിരിച്ചറിഞ്ഞു. കാവ് നശിപ്പിക്കാനായി എത്തുന്ന ഇത്തരം ദുർശക്തികളെ മഹാനാഗമന്ത്രം ഉരുവിട്ട് ദംശിക്കേണ്ടതാണ്. എതിരാളി അടുത്ത നിമിഷം ഭസ്മമാകും. പക്ഷേ ആര്യൻ നിസ്സഹായതയോടെ നിന്നു. എല്ലാം കണ്ടു നിന്ന ഭൈരവൻ കുടിലമായി പൈശാചികമായി ചിരിച്ചു. എനിക്കറിയാം ആര്യ, മറ്റേത് പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവന്നാലും നീ അവളെ അടുത്ത നിമിഷം ഭസ്മമാക്കുമെന്ന്. പക്ഷെ ഇവളെ, ഈ ഊർമിളയെ നശിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ സർവം നശിച്ചാലും നീ അവളെ നശിപ്പിക്കില്ല. കാരണം നീ അവളെ പ്രണയിക്കുകയല്ലേ. നാഗനിയമങ്ങൾക്കെതിരായി നിന്റെ ദിവ്യ പ്രണയം. ഭൈരവൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. ഊർമിള കാവിലേക്ക് അടുക്കുന്നത് കണ്ട് ആര്യൻ നിസ്സഹായതയോടെ നിന്നു. എന്നിട്ട് പിടയുന്ന ഹൃദയത്തോടെ ആര്യൻ അവൾക്ക് സമീപം ചെന്നു. എന്നാൽ അവളെ ദംശിക്കാൻ സാധിക്കാതെ അതൊരു ഉഗ്രമായ ചീറ്റലോടെ പിൻവാങ്ങി. പിന്നെ സർവ്വതും തകർന്ന് വെറും മണ്ണിൽ ആഞ്ഞുകൊത്തി കാവിൻ്റെ അതിർത്തിയെയും ആര്യനെയും പിന്നിട്ട ഊർമിള അങ്ങോട്ട് കടന്നതും വലിയൊരു വെള്ളിടി വെട്ടി ആ ഗ്രാമത്തിനുമേൽ. കാലം തെറ്റിയ ഒരു ശരവർഷം ആ നാടിനുമേൽ പതിച്ചു. കാവിൽ കടന്ന ഊർമിള ഒരു ഉന്മാദിയെപ്പോലെ സ്വയം വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു. പിന്നെ പൂർണ്ണ നഗ്നയായി അവിടെ ചിത്രകൂട കല്ലുകൾക്ക് സമീപമുള്ള നാഗപൂജാത്തറയിൽ കടന്നു. അവളുടെ രജസ് അവിടെയെല്ലാം പതിച്ചു. തീപ്പൊള്ളലേറ്റ പോലെ കാവ് മൊത്തമായും കുലുങ്ങി. വെള്ളിടികൾ തീമഴയായി തലങ്ങും വിലങ്ങും പതിച്ചു. കൊടുങ്കാറ്റിൽ കാവിലെ മരങ്ങളും ലതങ്ങളും ആഞ്ഞു വീശി. തിരിച്ച് കാവിലേക്ക് നടക്കാൻ ഒരുങ്ങിയ ആര്യൻ പിന്നിലേക്ക് തെറിച്ചു വീണു. പലകുറി അവൻ അതിന് ശ്രമിച്ച് പരാജിതനായി. അത് രോക്ഷത്തോടെ ചീറ്റി. ഒടുവിൽ എല്ലാം അവസാനിക്കുമ്പോൾ ആര്യൻ കാവിന് പുറത്ത് തളർന്നു കിടന്നു. നാഗത്തറയിൽ ഊർമിളയും അവളുടെ രജസ്വല രക്തം അവിടെയെല്ലാം മഴയിൽ പരന്നിരുന്നു. ആര്യങ്കാവിൻ്റെ മരണരക്തമെന്ന പോലെ ആ രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. പിറ്റേന്ന് പുലർക്കെ മയക്കം വിട്ടിറന്ന ഊർമിള ഒരു നിമിഷം താൻ എവിടെയായിരുന്നു എന്നോർത്ത് സ്തബ്ധമായി നിന്നു. വീട്ടിലെ തീണ്ടാപ്പുരയിൽ ഉറങ്ങാൻ കിടന്ന താൻ മറ്റെവിടെയോ ആണെന്ന് മനസ്സിലായ അവൾ പിടഞ്ഞെഴുന്നേറ്റു. എണീറ്റപ്പോഴാണ് പൂർണ്ണ നഗ്നിയാണ് താണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. വല്ലാത്തൊരു പിടപ്പോടെ അവൾ ചുറ്റും നോക്കി. അവിടെ വെറും നിലത്ത് ചുരുണ്ടു കിടക്കുന്ന തൻ്റെ വസ്ത്രമെടുത്ത് അവൾ ധരിച്ചു. അതിനുശേഷമാണ് അവൾ ചുറ്റും നോക്കിയത്. താനിപ്പോൾ നിൽക്കുന്നത് ആര്യങ്കാവിൻ്റെ ഉള്ളിലാണെന്നറിഞ്ഞതു. അവളുടെ ഉള്ളിൽ വെള്ളിടി വെട്ടി. ആർത്തവ സമയത്ത് താൻ കാവിൽ കടന്നുള്ള ഭവിഷ്യത്ത് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. തനിക്ക് എന്ത് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ വേണ്ടി
ഓടാൻ ഭാവിച്ചു. ആഹാ, അങ്ങനെ അങ്ങ് പോവുകയാണോ? ഭയപ്പെടുത്തുന്ന ആ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കി. അവിടെ മരങ്ങൾക്കിടയിൽ നിന്നും വരുന്ന മനുഷ്യനെ അവൾ ഭീതിയോടെ നോക്കി. നരച്ച കറുപ്പ് പുതച്ച് നീണ്ട മുടിയും പൈശാചികത തിളങ്ങുന്ന മുഖവുമുള്ള അയാളെ കണ്ടതും അവളിൽ ഭയം നിറഞ്ഞു. ഭയക്കണ്ട ഊർമിള. നിങ്ങളാരാ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്ക് എന്താ പറ്റിയത്? ഊർമിള കരച്ചിലിന്റെ വക്കിലെത്തി. ഞാനൊരു പാവം സഞ്ചാരി. പേര് ഭൈരവൻ, കാളിയാർ ഭൈരവൻ. പിന്നെ നിനക്കെന്തു പറ്റിയെന്ന് ചോദിച്ചാ? ഒന്നുമില്ല, നിന്നെ ഞാൻ ഇവിടെ എത്തിച്ചു എന്ന് മാത്രം. പറ്റിയത് നിനക്കല്ല, ഈ കാവിനും ഇവിടെ കാവൽ നിന്ന ആര്യനുമാണ്. രജസ്വലയായ കന്യകയുടെ രജസ്സിനാൽ ഈ കാവ് അശുദ്ധമാക്കപ്പെട്ടു. അവൻ നാഗൂലത്തിൽ നിന്നും ഭ്രഷ്ടനായി. ഭൈരവന്റെ ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങി. അവന്റെ വാക്കുകൾ കേട്ട ഊർമിള ഞെട്ടിത്തരിച്ചുപോയി. തുടരും.